അത്താഴത്തിന് എത്തണമെന്നും അതിനോടൊപ്പം ഒരു കഥ കൂടി പറയാനുണ്ടെന്നും കാണിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ കർണാക്കി അയച്ച കത്ത് കിട്ടിയതിനാൽ കൃത്യസമയത്ത് തന്നെ ഞാൻ 427 ചെയിനേവാക്ക് എന്ന വിലാസത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എന്നെപ്പോലെ തന്നെ മിസ്റ്റർ കർണാക്കിയുടെ കത്ത് കിട്ടിയിരുന്ന മറ്റു 3 സുഹൃത്തുക്കൾ കൂടി സന്നിഹിതരായിരുന്നു. ഞങ്ങൾ എത്തിച്ചേർന്ന് ഏതാണ്ട് 5 മിനിറ്റുകൾക്കകം ഞാനും കർണാക്കിയും ആർക്രൈറ്റും ജെസോപ്പും ടെയ്ലറും സന്തോഷത്തോടെ ഡൈനിങ് മേശയ്ക്ക് ചുറ്റും അണിനിരുന്നു. ഇത്തവണ നീ ദൂരേക്കൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ? പരിചാരകൻ കൊണ്ടുവച്ച സൂപ്പ് ഗ്ലാസ്സിൽ നിന്നും ഒരു കവിൾ മുത്തിക്കുടിക്കുന്നതിനിടയിൽ ഞാൻ കർണാക്കിയോട് ചോദിച്ചു. മിസ്റ്റർ കർണാക്കിക്ക് പറയാനുള്ള കഥയെക്കുറിച്ചുള്ള ആകാംക്ഷയിലായിരുന്നു ഞങ്ങളെങ്കിലും അവൻ അതിനെക്കുറിച്ച് പറയുന്നതുവരെയും ക്ഷമിച്ചിരിക്കണമെന്ന് അവന് നിർബന്ധമായിരുന്നു. അവൻ നല്ല ആത്മവിശ്വാസത്തോடு തന്നെയാണ് പ്രതികരിച്ചത്. ശരിയാണ്, അത്ര വലിയ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റി. ഞാൻ പുതുതായി വാങ്ങിയ തോക്കിനെക്കുറിച്ചായി സംസാരം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് തികച്ചും ബുദ്ധിപൂർവമാണെന്ന് അവൻ മനസ്സിലാക്കുകയും പരിഹാസരൂപേണ ഊറിച്ചിരിക്കുകയും ചെയ്തു. അത്താഴം കഴിഞ്ഞ് കർണാക്കി തൻ്റെ കത്തിച്ചു പിടിച്ച പൈപ്പുമായി ഡ്രോയിങ് റൂമിലെ വലിയ സോഫയിലേക്ക് അമർന്നിരുന്നു. എന്നിട്ട് സാവധാനം തനിക്ക് പറയാനുള്ള ആ ഭീകരകഥ പറഞ്ഞു തുടങ്ങി. മിസ്റ്റർ ഡോഡ്ജൻ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നും അല്പം അകലത്തായിരുന്നു. അതിന് അതിൻ്റേതായ കാരണവും ഉണ്ടായിരുന്നുവെന്ന് കൂട്ടിക്കൊള്ളുക. അത്രമാത്രം ദൂരത്തേക്കൊന്നുമല്ല ഞാൻ പോയത്. ആ സ്ഥലം ഏതാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിന്നും ഏകദേശം ഒരു 20 മൈൽ അകലമുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും ഈ സംഭവകഥയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് തികച്ചും ഭീകരമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് തികച്ചും വിചിത്രവും അസാധാരണവുമായ ഒരു സത്യം. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുൻപ് എനിക്കൊരു കത്ത് കിട്ടി. കത്തയച്ചത് ആൻഡേഴ്സൺ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ്. ഞാനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചുകൊണ്ടാണ് കത്ത്. ഞാൻ എന്നെ വന്ന് കാണുന്നതിന് അയാൾക്ക് സമയം അനുവദിക്കുകയും അയാൾ വരികയും ചെയ്തു. ഒരു കേസന്വേഷണം എന്നെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. തികച്ചും വിചിത്രവും എന്നാൽ സത്യസന്ധവുമായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. അതാകട്ടെ അയാളുടെ ധനഭാഷയിൽ പറഞ്ഞാൽ ഒരു വേട്ടയാടൽ എന്ന് തന്നെ പറയാനാവും. കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾ എന്നോട് പറഞ്ഞു. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാനത് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. കാരണം അത് അത്രമാത്രം വിചിത്രമായിരുന്നതിനാൽ എനിക്കതിൽ താല്പര്യം തോന്നിയിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഞാൻ അയാൾ പറഞ്ഞ ആ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു ചെന്നു. തികച്ചും പഴമതോന്നിക്കുന്നതും ഏകാന്തതയിൽ ലയിച്ചിരിക്കുന്നതുമായ ഒരു കെട്ടിടമായിരുന്നു അത്. വിശാലമായ ഒരു ഭൂപ്രദേശത്ത് ആ കെട്ടിടം ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നു. തൻ്റെ വേലക്കാരൻ്റെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുത്ത് എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ആൻഡേഴ്സൺ ഞാൻ ചെല്ലുന്നതിനും അല്പം മുമ്പ് തന്നെ അവിടെ നിന്നും പോയിരുന്നു. അങ്ങനെ പോകേണ്ടി വന്നതിൽ അയാൾ ക്ഷമാപണം ചെയ്യുകയും ചെയ്തു. എൻ്റെ അന്വേഷണം അവസാനിക്കുന്നതുവരെയും ആ വീട് പൂർണ്ണമായും എൻ്റെ തന്നെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും ആ കത്തിൽ അയാൾ എഴുതിയിരുന്നു. ആ വീട്ടിലേക്കുള്ള എൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം വേലക്കാരൻ മനസ്സിലാക്കി. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അയാളോട് ചോദ്യരൂപേണ പലതും ചോദിച്ച് മനസ്സിലാക്കി. വേലക്കാരൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാനൊരു പരിധിവരെ ഏകനായിരുന്നു. വേലക്കാരന് നല്ല പ്രായമുണ്ടായിരുന്നു. അയാൾ ആ വീട്ടിൽ വളരെ കാലങ്ങളായിട്ടുണ്ടായിരുന്നതിനാൽ വീട്ടുകാരേക്കാൾ കൂടുതൽ ആ വീടിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത് അയാൾക്കായിരുന്നു. ആ വീട്ടിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു അയാൾ. അവിടെ ആ വീട്ടിൽ ഗ്രേ റൂം എന്നറിയപ്പെടുന്നതും വീട്ടുകാർക്കിടയിൽ ഏറെ ഭയമുളവാക്കുന്നതുമായ ഒരിടമുണ്ട്. ഗ്രേ റൂമിൻ്റെ ചരിത്രവും അവിടുത്തെ ഭയാനകമായ അവസ്ഥയും ഈ വേലക്കാരനും നല്ല നിശ്ചയമുള്ള കാര്യമാണ്. വേലക്കാരൻ്റെ പേര് പീറ്റർ എന്നായിരുന്നു. ആൻഡേഴ്സൺ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് 2 വിഷയങ്ങളാണ്. അക്കാര്യങ്ങളെക്കുറിച്ച് തികച്ചും സാധാരണ എന്നവണ്ണം, അതായത് അയാളിൽ വലിയ ഭയം ജനിപ്പിക്കാത്ത വിധം ആ വേലക്കാരനോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്. സന്ധ്യയാകുമ്പോൾ അയാൾ ഗ്രേ റൂം പൂട്ടി താക്കോൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ രാത്രി 12 മണി അടിച്ചു കഴിഞ്ഞാലുടൻ ഗ്രേ റൂമിൻ്റെ കതവുകൾ ആരോ തുറക്കുന്നു. താക്കോൽ യഥാസ്ഥാനത്തുണ്ടെന്നിരിക്കെ ആരാണിങ്ങനെ കതവുകൾ തുറക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ശക്തമായ ശബ്ദത്തോടെ കതകു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഭയാനകമായ ശബ്ദം രാത്രിയിൽ ആ വീട്ടിലുള്ളവരെ ഭയപ്പെടുത്തുന്നു.
എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വീട്ടുകാർക്കും യാതൊരു നിശ്ചയവുമില്ല. ഏറെ രസകരമായ കാര്യം ഇത് സംഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡേഴ്സന് മുമ്പുള്ള പല തലമുറകളും ഈ സംഭവത്തിന് സാക്ഷികളാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഇപ്രകാരം കതകുകൾ തുറന്ന് അകത്ത് കയറുന്ന ആൾ ആ മുറിയിലെ കട്ടിലിൻ്റെ മെത്ത വിരിപ്പുകളും ഷീറ്റുകളും വലിച്ചു കീറി മുറിയുടെ ഒരു മൂലയ്ക്ക് കൂട്ടിയിടും. എല്ലാ ദിവസവും ഇത് സംഭവിക്കുമെങ്കിലും ഒരു നിയോഗം എന്ന പോലെ ആ വീട്ടുകാർ പുതിയ വിരിപ്പുകൾ ഓരോ ദിവസവും വിരിച്ചുകൊണ്ടിരിക്കും. ഇതാണത്രേ കാലങ്ങളായിട്ടുള്ള പതിവ്. അപമൃത്യു സംഭവിച്ച ആത്മാക്കളാണ് ഇത് ചെയ്യുന്നതെന്നും അവർക്ക് ആ മുറിയിൽ ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ മറ്റു മുറികളിലേക്ക് കടന്നു വരുമെന്നും ആ വീട്ടുകാർ ഭയക്കുന്നു. വാതിലുകൾ ശക്തിയായി തുറന്നടയ്ക്കുന്നതാണ് അയാളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അക്കാര്യം അയാൾ നിരവധി തവണ എന്നെ ഓർമ്മിപ്പിച്ചു. ശക്തമായ തട്ടും മുട്ടും കേട്ട് ഭയന്ന് വിറച്ച് രാത്രി മുഴുവനും അയാൾ ഉറങ്ങാതെ കട്ടിലിൽ ഇരിക്കാറുണ്ടത്രേ. തഡ് 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 എന്ന് പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടുള്ള ശബ്ദങ്ങൾ അയാളുടെ ഉറക്കത്തെ ഇല്ലാതാക്കി. വിറച്ചുകൊണ്ടാണത്രേ അയാൾ ഓരോ രാത്രിയും തള്ളി നിൽക്കുന്നത്. ഈ വീട് ഉപേക്ഷിച്ച് പോകാനൊരിടം അയാൾക്കില്ലാത്തത് കൊണ്ടാണത്രേ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നത്. ഏറെ കുഴപ്പം പിടിച്ചതും ഗ്രേ റൂമിനെക്കുറിച്ച് ദുരൂഹതകൾ നിറഞ്ഞതും ഭയപ്പെടുത്തുന്നതുമായ ഏതാണ്ട് 150 വർഷത്തെ ചരിത്രം ഞാൻ ആൻഡേഴ്സണിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. അത്രമാത്രമേ അയാൾക്കും അറിയൂ. അയാളുടെ പൂർവികരിൽ 3 പേർ ആ മുറിയിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഭാര്യയും ഭർത്താവും അവരുടെ ഒരു കുട്ടിയുമാണ് അപ്രകാരം കൊല്ലപ്പെട്ടത്. ഈ ചരിത്രം ഏകദേശം സത്യമാണെന്ന് അവിടുത്തെ ഏതാനും കുടുംബരേഖകൾ പരിശോധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. തികച്ചും രസകരവും വ്യത്യസ്തവുമായ ഒരു കേസന്വേഷണത്തിലാണ് ഞാൻ ചെന്നെത്തിയതെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമാവുന്നുണ്ടല്ലോ. അത്താഴത്തിന് ശേഷം ഗ്രേ റൂം പരിശോധിക്കുന്നതിനായി ഞാൻ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. എൻ്റെ ആ ഉദ്യമത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ പീറ്റർ പരമാവധി ശ്രമിച്ചു. എൻ്റെ തീരുമാനം അയാളെ ഭയപ്പെടുത്തി. അയാളുടെ ഓർമ്മയിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആ മുറിയിലേക്ക് ഒരു മനുഷ്യനും പോയിട്ടില്ല. അത്തരമൊരു സാഹസം അരുതേ എന്ന് അയാൾ എന്നോട് കേണപേക്ഷിച്ചു. ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെയാണ് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരം പുലർന്നിട്ട് അതിനുള്ള അവസരമുള്ളപ്പോൾ ഈ രാത്രിയിൽ തന്നെ അത് വേണോ എന്ന് അയാൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. പകൽ സമയത്ത് അയാളും കൂടെ വരാമെന്ന് സമ്മതിച്ചു. അയാളുടെ വാക്കുകൾ കേട്ട് പിന്മാറാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ഞാൻ പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാളും എന്നോടൊപ്പം വരാമെന്നായി. ആ വീട്ടിൽ വെച്ച് എനിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് താനും ഉത്തരവാദിയായിരിക്കുമെന്നാണ് പീറ്റർ ചിന്തിക്കുന്നത്. തീർച്ചയായും താങ്കളും എൻ്റെ കൂടെ പോരൂ എന്നൊരു ചെറുചിരിയോടെ ഞാൻ പ്രതികരിച്ചു. തുടർന്ന് ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ കൂടുതലായി അവിടെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടമാകെ ഒന്ന് ചുറ്റി നടന്ന് കാണണം. പിന്നെ പറ്റുമെങ്കിൽ പൂട്ടുകളുടെ ദ്വാരങ്ങളെല്ലാം തുറക്കാനാവാത്ത വിധം ബന്ധിപ്പിക്കണം. എൻ്റെ വാക്കുകൾ കേട്ട് അയാൾ അസ്വസ്ഥതയുടെ തലകുലുക്കി. കുരിശു വരച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സർ, പ്രേതങ്ങൾ നമ്മൾ മനുഷ്യരെ പോലെയല്ല പെരുമാറുന്നത്. അവർക്ക് രക്തവും മാംസവും ഒന്നുമില്ല. ഞാൻ ചിരിച്ചു. എന്നിട്ട് ഏതാനും മെഴുകുതിരികൾ കയ്യിലെടുത്തു. താക്കോൽക്കൂട്ടവുമായി പീറ്റർ എൻ്റെ പിന്നാലെ വന്നു. അയാൾ കതക് തുറന്നു തന്നെങ്കിലും എന്നോടൊപ്പം അകത്തേക്ക് കയറിയില്ല. അയാൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. നേരം പുലർന്നിട്ട് പോരെ ഈ അന്വേഷണമെന്ന് ഈ സമയത്തും അയാൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ അകത്തേക്ക് എന്നോടൊപ്പം വരേണ്ടതില്ലെന്നും പുറത്ത് വാതുക്കൽ കാവൽ നിന്നാൽ മതിയെന്നും ആരെങ്കിലും പുറത്തേക്ക് ചാടി വന്നാൽ പിടിക്കാൻ തയ്യാറായി വേണം നിൽക്കാനെന്നും ഞാൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. ഇല്ല സാർ, അതൊരിക്കലും പുറത്തേക്ക് വരില്ല. വിറച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഒന്ന് മന്ദഹസിച്ചു. ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്നൊരു ഭാവമായിരുന്നു അപ്പോൾ എനിക്ക്. എന്നാൽ പ്രായാധിക്യത്തിൻ്റെ പ്രത്യേകമായ ഒരു സ്നേഹം അയാളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഞാൻ പ്രേതത്തിൻ്റെ ഭവനത്തിലേക്കാണ് കടന്നു ചെല്ലുന്നതെന്ന മുന്നറിയിപ്പും അതിൽ ധ്വനിച്ചിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നു. മുറിയിലെല്ലാം ഒന്ന് നന്നായി കണ്ണോടിച്ചു. തികച്ചും വിശാലമായ ഒരു കിടപ്പുമുറിയായിരുന്നു അത്. കുലീനതയും ആഡംബരവും തോന്നിച്ചിരുന്നു. വളരെ അടുക്കും ചിട്ടയുമായി നന്നായി പരിപാലിക്കുന്നുമുണ്ട്. അവിടെ ആൾതാമസം ഇല്ലെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൗഢി എങ്ങും ദൃശ്യമായിരുന്നു. 4 ചുമരുകളിലും മുകൾ മുതൽ താഴെ വരെ എത്തത്തക്ക വിധം മനോഹരമായ 4 പ്രകൃതി ദൃശ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3 മേശകൾ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്നു. ആഡംബരം എടുത്തറിയിക്കുന്ന മേശവിരിപ്പുകൾ. ഓരോ മേശമേലും മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്ന ചിമ്മിനികളും ഇരിക്കുന്നു. അവയാകട്ടെ പഴമയെ വിളിച്ചോതുന്നു. ചിമ്മിനിക്ക് തൊട്ട് താഴെയായി കത്തിക്കാൻ പാകത്തിൽ 2 മെഴുകുതിരികളും ലൈറ്ററും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിമ്മിനിയിലെ മെഴുകുതിരികൾ കത്തിച്ചു. ആഡംബരവും പ്രൗഢിയും എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യഗന്ധം ആ മുറിയിൽ തീരെ കുറവാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. പീറ്റർ എന്നുമെത്തി വൃത്തിയാക്കുന്നതൊഴിച്ചാൽ
ഒരു മനുഷ്യനും അങ്ങോട്ട് എത്തി നോക്കാറില്ല. ശ്വാസം മുട്ടിക്കുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷം, എന്തോ ഒരു അമാന്തം. ആദ്യമായി അതിനകത്തേക്ക് എത്തുന്ന ഒരു മനുഷ്യൻ ആ അന്തരീക്ഷം താങ്ങാനാകാതെ പുറത്തേക്ക് ചാടി ഓടിക്കളയും. മുറിയുടെ മുക്കും മൂലയുമെല്ലാം ഞാൻ നടന്നു കണ്ടു. നടന്നു കാണാനും മാത്രം വിശാലതയുള്ള മുറിയാണത്. കുറച്ചു നേരം ആലോചിച്ചിരുന്നതിന് ശേഷം ഞാൻ എൻ്റെ പണി തുടങ്ങി. കയ്യിൽ കരുതിയിരുന്ന റിബൺ ഉപയോഗിച്ച് അതിൻ്റെ ജനാലകളെല്ലാം ഭദ്രമായി ബന്ധിച്ചു. ഭിത്തിയിലെ ചിത്രങ്ങളും അനക്കാൻ കഴിയാത്ത വിധം കെട്ടിവെച്ചു. ഈ സമയം അത്രയും ആ വേലക്കാരൻ പുറത്തു തന്നെ നിൽക്കുകയാണ്. റിബൺ ഒറ്റയ്ക്ക് വലിച്ചു കെട്ടുകയെന്നത് പ്രയാസകരമായിരുന്നെങ്കിലും അയാളെ അകത്തേക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം അയാളുടെ ഭയത്തെ ഞാൻ ആവശ്യത്തിലധികം കളിയാക്കിയിരിക്കുന്നു. തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്തു തീർത്തു. ഈ സമയത്തെല്ലാം അയാൾ പുറത്തു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സാർ, എല്ലാം മതിയാക്കൂ, പുറത്തേക്ക് വരൂ. ഞാൻ പറയുന്നത് താങ്കളുടെ സുരക്ഷയെ കരുതി മാത്രമാണ്. എന്നെ കാത്തിരിക്കേണ്ടതില്ലെന്നും താങ്കൾ പൊക്കോളുവെന്നും ഞാൻ അയാളോട് വിളിച്ചു പറഞ്ഞെങ്കിലും അയാൾ പോയില്ല. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അയാൾ ഭയക്കുന്നു. എന്നെ രക്ഷിക്കേണ്ടത് അയാളുടെ ചുമതലയാണെന്നും അയാൾ വിശ്വസിക്കുന്നു. എന്നെ ആ മുറിയിൽ തനിച്ചാക്കിയിട്ട് പോകില്ലെന്ന് അയാൾ മറുപടിയും പറഞ്ഞു. ആ മുറി എത്രമാത്രം അപകടമാണെന്ന് ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നും അയാൾ പരിഭവിച്ചു. അയാളുടെ ഭയത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് വിറച്ചുകൊണ്ടുള്ള അയാളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണെന്ന് എനിക്ക് ബോധ്യമായി. ആ മുറിക്കുള്ളിലേക്ക് പുറത്തുനിന്നും ഒരു വസ്തുവും കടന്നു വരാതെ നോക്കേണ്ടത് ആ സമയത്ത് എൻ്റെ കർത്തവ്യമായിരുന്നു. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. എന്നെക്കുറിച്ചോർത്ത് ഭയപ്പെടേണ്ടതില്ലെന്നും എന്തെങ്കിലും അസുഖകരമായ ശബ്ദങ്ങൾ മുറിക്കകത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്നും ഞാൻ വിളിച്ചു പറഞ്ഞു. മുറിയിലെ അസ്വസ്ഥജനകമായ അന്തരീക്ഷവും പീറ്ററിൻ്റെ ഭയപ്പെടുത്തുന്ന സംഭാഷണങ്ങളും എൻ്റെ ശരീരത്തെ വല്ലാതെ ചൂടുപിടിപ്പിച്ചു. രക്തം തലയിലേക്ക് ഇരച്ചു കയറി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എങ്കിലും ഞാൻ എൻ്റെ ജോലികൾ തുടർന്നു. ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് നേരെ ഒരാക്രമണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് മനുഷ്യനാകാം, അല്ലെങ്കിൽ മനുഷ്യശക്തിക്കും അതീതമായ മറ്റൊരു ശക്തിയാവാം. ഏറെ നേരത്തെ അധ്വാനം കൊണ്ട് ഞാൻ റിബണുകൾ തറയിൽ തലങ്ങും വിലങ്ങും വലിച്ചു കെട്ടി. അതെല്ലാം ഭംഗിയായി മുറുക്കിക്കെട്ടി സീല് ചെയ്തു. എന്നെ വിഡ്ഢിയാക്കാനായി ഇരുളിൻ്റെ മറവിൽ ആരെങ്കിലും ഈ മുറിക്കകത്തേക്ക് കയറിയാൽ ഈ റിബണുകൾ പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പണികളെല്ലാം ചെയ്തു തീർക്കാൻ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തു. പുറത്തെ പ്രകൃതിയിൽ എന്തോ ഒരു മ്ലാനതയും സുഖകരമല്ലാത്ത ശാന്തതയുമുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ക്ലോക്കിൽ 11 മണി അടിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. പണി തുടങ്ങി അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കോട്ട് അഴിച്ചു മാറ്റിയിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഒരുവിധം തയ്യാറാക്കി കഴിഞ്ഞു. സെറ്റിയിലിട്ടിരുന്ന കോട്ട് ഞാൻ കയ്യിലെടുത്തു. ഈ സമയത്ത് ആ പ്രായം ചെന്ന വേലക്കാരൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. സാർ, വേഗം പുറത്തേക്ക് വരൂ, എന്തോ ആപത്തുകൾ സംഭവിക്കാൻ പോകുന്നു. സാർ, വേഗം പുറത്തിറങ്ങൂ, വേഗം വേഗം. കഴിഞ്ഞ 1 മണിക്കൂറായി അയാളുടെ യാതൊരു ശബ്ദവും ഞാൻ കേട്ടിരുന്നില്ല. ഇപ്പോൾ അയാൾ ആകെ പരിഭ്രമത്തിലാണ്. ഞാൻ പുറത്തേക്കിറങ്ങാൻ തിടുക്കം കാട്ടി. ഈ സമയത്ത് എൻ്റെ ഇടതുവശത്തുണ്ടായിരുന്ന മെഴുകുതിരി ഒരു വലിയ ശബ്ദത്തോടെ അണഞ്ഞു. അത് അണഞ്ഞത് കാറ്റിൻ്റെ ശക്തി കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. വാതുക്കലേക്ക് ഓടിയാലോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. എന്നാൽ എൻ്റെ അന്തരംഗം എന്നെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ ഒരു ഭീരുവിനെപ്പോലെ പുറത്തേക്ക് ഞാൻ ഓടിച്ചെന്നാൽ വാതുക്കൽ കാവൽ നിൽക്കുന്ന വേലക്കാരൻ്റെ മുന്നിൽ ഞാൻ പരിഹാസ്യനാവും. അയാളോട് ധൈര്യവാനായിരിക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു ഭീരുവായാൽ എങ്ങനെയാണ്? ഞാൻ വലതുവശത്തേക്ക് തിരിഞ്ഞ് മേശയ്ക്ക് കുറുകെ നടന്ന് മേശമേൽ കത്തിക്കൊണ്ടിരുന്ന 2 മെഴുകുതിരികളും അണച്ചു. എന്നിട്ട് കട്ടിലിനടുത്തേക്ക് നടന്നു. അവിടെ അസ്വാഭാവികമായി യാതൊന്നും ഞാൻ കണ്ടില്ല. അവിടെയും കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരിയും ഞാൻ ഊതിയണച്ചു. പിന്നീട് മറ്റ് 2 മേശമേലും കത്തിക്കൊണ്ടിരുന്ന 2 മെഴുകുതിരികൾ കൂടി ഊതിയണച്ചു. പുറത്തുനിന്നും ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ ദയനീയമായ ശബ്ദം വീണ്ടും കേൾക്കാം. സാർ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ, സാർ, അങ്ങ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിലും എൻ്റെ ശബ്ദത്തിലും ഒരു വിറയൽ അനുഭവപ്പെട്ടിരുന്നുവോ എന്ന് എനിക്ക് സംശയമായി. ഞാൻ വാതിലിനടുത്തേക്ക് തിരിഞ്ഞു. കുറച്ച് പണികൾ കൂടി ചെയ്തു തീർക്കാനായി ബാക്കി കിടക്കുന്നതായി എനിക്ക് തോന്നി. എവിടെ നിന്നോ കാലടി ശബ്ദം ഉയർന്നു കേൾക്കുന്നു. ഞാൻ വാതിലിനടുത്തെത്തിയപ്പോൾ മുറിയിലാകെ ഒരുതരം തണുത്ത കാറ്റ് അലയടിക്കുന്നതായി അനുഭവപ്പെട്ടു. ആ തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തെ പൊതിയാൻ തുടങ്ങി. ജനാലകൾ പതുക്കെ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഞാൻ വാതിൽ തുറന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ ഒരടി പിന്നിലേക്ക് നീങ്ങി. മെഴുകുതിരി പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ ശബ്ദം മൂർച്ചയേറിയതായിരുന്നു. ശബ്ദത്തിൽ ഒരു പരിഭ്രമം കലർന്നിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ വാതിലുകൾ വലിയ ശബ്ദത്തോടെ അടച്ചുപൂട്ടി. ഈ സമയത്ത് ആരോ എന്നെ പിന്നിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ
അതെല്ലാം എൻ്റെ തോന്നലുകളായിരിക്കാം. താക്കോലുകൾ ഉപയോഗിച്ച് വാതിൽ 2 തവണ ഞാൻ പൂട്ടി. അത് ഡബിൾ ലോക്കുള്ള പൂട്ടായിരുന്നു. എനിക്ക് ആശ്വാസം തോന്നി. തുടർന്ന് ലോക്കുകളും ഭദ്രമായി ആരും താക്കോൽ ഉപയോഗിച്ച് തുറക്കാത്ത വിധം ലോഹത്തകിടുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചു. പിന്നെ വളരെ തിടുക്കത്തിൽ ഞാനും പീറ്ററും സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയി. ശാന്തമായിരുന്ന പ്രകൃതി പെട്ടെന്ന് കോപാകുലമായതുപോലെ രാത്രിയെ ഭയപ്പെടുത്തും വിധം എന്തെല്ലാമോ ജീവികളുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. കുറുനരികളും ചെന്നായ്ക്കളും ഭയാനകമാം വിധം ഓരിയിടുന്നു. പട്ടികളുടെ കുരയും മോങ്ങിയുടെ ചീറ്റലുമെല്ലാം മുറിക്കകത്തേക്ക് തള്ളിക്കയറി വരുന്നു. പീറ്ററാണ് മുന്നിൽ നടന്നത്. ഭയന്ന് വിറച്ചുപോയ അയാൾ യാതൊന്നും സംസാരിച്ചില്ല. പാവമനുഷ്യൻ. അയാൾ ആകെ അസ്വസ്ഥനാണ്. അയാളുടെ മുഴുവൻ ശക്തിയും ചോർന്നുപോയിരിക്കുന്നു. ഇക്കഴിഞ്ഞ 2-3 മണിക്കൂർ സമയം കൊണ്ട് അയാൾ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു. കഷ്ടം തന്നെ. ഞാൻ കിടക്കയിലെത്തിയപ്പോൾ സമയം പാതിരാത്രി ആയിട്ടുണ്ടായിരുന്നു. ഭീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പ്രകൃതിയുടെ പെരുമാറ്റം. ഗ്രേ റൂമിലേക്ക് തുറക്കുന്ന ഇടനാഴിയുടെ അറ്റത്തായിരുന്നു എൻ്റെ ബെഡ്റൂം. എൻ്റെ ബെഡ്റൂമിനും ഗ്രേ റൂമിനും ഇടയ്ക്കായി എത്ര വാതിലുകളുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയിരുന്നു. 5 വാതിലുകൾ. അതായത് 5 മുറികൾ ഇതിനിടയിലായിട്ടുണ്ടെന്നർത്ഥം. വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരാശയം തോന്നി. ഞാൻ പെട്ടെന്ന് ഇരുമ്പ് തകിടുകളും റിബണും മെഴുകുതിരിയും കയ്യിലെടുത്തു. ആ 5 വാതിലുകളും തകിടും റിബണും ഉപയോഗിച്ച് ബന്ധിച്ചു. ഏതെങ്കിലും വാതിലുകൾ രാത്രിയിൽ തട്ടിത്തുറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതേതാണെന്ന് കൃത്യമായി അറിയാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാ പണിയും ചെയ്തു തീർത്ത ശേഷം ഞാൻ എൻ്റെ മുറിയിൽ തിരിച്ചെത്തി. റൂം അകത്തുനിന്നും ഭദ്രമായി അടച്ചതിന് ശേഷം കട്ടിലിൽ കിടന്നു. ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഭയങ്കരമായ ഒച്ചപ്പാട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ആദ്യമൊന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായില്ല. ക്രമേണ ഞാൻ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് പരിസരം ശ്രദ്ധിച്ചു. ഇടനാഴിക്കും അപ്പുറത്ത് എവിടെയോ നിന്ന് കതകിൽ ആഞ്ഞു തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഇടയ്ക്കിടെ ഭയാനകമായ നിശബ്ദത, പിന്നെയും അതിശക്തമായ ഒച്ചപ്പാട്. പുറത്തെ പ്രകൃതിയും പെട്ടെന്ന് ശാന്തമായതുപോലെ ഭയാനകമായ നിശബ്ദതയിലാണ്. ഒന്നും കേൾക്കുന്നില്ല. ഞാൻ മെഴുകുതിരി കത്തിച്ച അതേ നേരത്ത് തന്നെ ഇടനാഴിയിൽ എവിടെയോ നിന്ന് കതക് ആഞ്ഞടയ്ക്കുന്നതിൻ്റെ ശബ്ദവും കേട്ടു. ഭയം എന്നെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു റിവോൾവർ കയ്യിലെടുത്തു. കതകു തുറന്ന് ഇടനാഴിയിലേക്കിറങ്ങി. മെഴുകുതിരി സ്റ്റാൻഡ് ഇടത് കൈയാൽ ഉയർത്തിപ്പിടിച്ചും വലത് കൈയിൽ ഏതവസരത്തിലും ഉപയോഗിക്കാൻ തക്കവണ്ണം റിവോൾവർ റെഡിയാക്കി വെച്ചും ഞാൻ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഗ്രേ റൂമിലേക്കുള്ള ഗോവണിയിലേക്ക് ഒരടി പോലും എനിക്ക് മുന്നോട്ട് വയ്ക്കാനായില്ല. തികച്ചും വിചിത്രമായ കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ഭീരുവല്ലെന്ന്. പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിലൂടെ, അങ്ങനെ ആരോപിക്കപ്പെട്ട ഒട്ടനവധി സംഭവങ്ങളിലൂടെ ഇതിനു മുൻപ് ഞാൻ കടന്നുപോയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ഞാൻ തികച്ചും ഒരു ഭീരുവായിപ്പോയി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഗ്രേ റൂമിൻ്റെ വാതിലിന് സമീപത്ത് അതിശക്തമായ ഒരു പ്രകാശവലയം ദൃശ്യമായി. അതെൻ്റെ നേർക്ക് തന്നെയാണ് നീങ്ങുന്നത്. എൻ്റെ ശരീരം അടിമുടി വിറയ്ക്കുകയാണ്.